ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? നമുക്ക് മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ആവാനാണ് ചാൻസ്. ഈവൻ 22,500 ആൻഡ് 49,000 ഒക്കെ ബ്രേക്ക് ചെയ്താലും അവിടെ ഒരു മീൻസ് ഹയസ്റ്റ് കോളോ പുട്ടോ റൈറ്റിംഗ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. മാക്സിമം അവിടെ കോൾ റൈറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടോ തന്നാൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഒരു ഷോർട്ട് കവറിങ് റാലി ഒന്നും പ്രതീക്ഷിക്കരുത് മാക്സിമം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് FIDA ഡാറ്റ ഒക്കെ ഉപയോഗിച്ചിട്ടും നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലെവൽ വെച്ചിട്ടും പറഞ്ഞു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. അതായത് ഫ്രൈഡേ അത്രയും ഫാൾ ഉണ്ടായി. സോ ആ ഫാളിന് ശേഷം ആ ഫാൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഏതൊരാളും ചിന്തിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവലും അതോടൊപ്പം തന്നെ OA അനാലിസിസൊക്കെ വെച്ചിട്ട് അത് റീഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്കത് പറയാൻ കഴിയുക, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുക. സോ ഏതൊരാൾക്കും ഈസി ആയിട്ട് പറയാം എങ്ങനെയാണ് നമുക്കൊരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മേളിലേക്ക് പോകും, ആൻഡ് ഡേ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ താഴേക്ക് പോകും. അത് മാത്രമല്ല മാർക്കറ്റിൽ ശരിക്കും അതോടൊപ്പം തന്നെ സ്മാർട്ട് മണിയാണ് എപ്പോഴും കുറച്ചധികം വർക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാം 3 o'clock ശേഷം നല്ലൊരു ഫാൾ ഉണ്ടാവും, ആൻഡ് ഒരു 10 o'clock അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറായി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു റാലി ഉണ്ടാവും. അതിനൊക്കെ മെയിൻ കാരണങ്ങളുണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോസിലൊക്കെ കാണാം, മാർക്കറ്റ് ബുള്ളിഷ് ആകുമ്പോൾ ആ ബുള്ളിഷ് സ്ട്രെങ്ത് നമ്മൾ പറയാറുണ്ട്, ആൻഡ് ബെയറിഷ് ആകുമ്പോൾ ബെയറിഷ് കൺസോൾട്ടേഷൻ. ഈവൻ ഓരോ ഫേസ് നമ്മൾ പറയാറുണ്ട്. മാർക്കറ്റിന് 3 ഫേസ് ഉണ്ടെങ്കിലും ആ ഫേസ് അടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ആൻഡ് കുറച്ചും കൂടി പാടാണ്. നമ്മൾ മറ്റേതുപോലെ ഡേ ഹൈ ബ്രേക്ക് ജസ്റ്റ് ഒരു ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യണ മാതിരിയേ അല്ല. അപ്പോൾ കുറച്ചധികം നമ്മൾ വർക്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടൊന്ന് ലൈക്കെങ്കിലും തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാണ്. ബിക്കോസ് ഒരു ഏതൊരാൾക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ ഞങ്ങൾ അവിടെ കോൾ ഓപ്ഷൻ മേടിക്കുക, ഡേ ലോ ബ്രേക്ക് ചെയ്യും, 50 minutes ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട്, ഇതെല്ലാം പറയും. ബട്ട് അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ലെവലും ഒക്കെ അറിയണ്ടേ. ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ FIDA ഡാറ്റയൊക്കെ നോക്കുന്നത് അതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല ജസ്റ്റ് ആ ഡാറ്റ വായിച്ചു പോയല്ല, അത് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അതും റീഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പൊസിഷൻസ് കട്ടിങ് വരുന്നുണ്ട്, കൂടുതൽ വരുന്നത് എവിടെയാണ്, അങ്ങനെ ഓരോ ലെവൽസും നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ പറഞ്ഞത് എന്തായിരുന്നു? നമുക്ക് കൺസോൾട്ടേഷൻ ആണ് നമ്മൾ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എക്സാക്റ്റ് 40 ഈവൻ ഒരു നമുക്ക് നല്ലൊരു നിഫ്റ്റിയുടെ 5 minutes നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് പോലും ആ 22,500 നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽസിൽ തന്നെ അത് കൺസോൾട്ടേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ്. ഡിമാൻഡ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഡേലോ അതും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിമാൻഡ് സോണും നമുക്ക് ഡേലോയും കൂടി ബ്രേക്ക് ചെയ്യണം. ഡിമാൻഡ് സോണിൽ നിന്നായിരുന്നു നമുക്ക് 22,500 എന്ന ലെവലും അതോടൊപ്പം ഡിമാൻഡ് സോണിൽ നിന്നായിരുന്നു കംപ്ലീറ്റ് ഇന്ന് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എക്സാക്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത മാതിരി തന്നെയാണ് ഇന്ന് നിഫ്റ്റി അത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് നമുക്ക് കിട്ടിയത്. ഇവിടെയൊക്കെ നമ്മൾ 50 minute ബ്രേക്ക് ഔട്ടൊക്കെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ട്രാപ്പ് ആവും ഡിമാൻഡ് സോൺ അറിഞ്ഞില്ല എങ്കിൽ അല്ലേ. ഒരു 50 minute ടൈം ബ്രേക്ക് ഔട്ടൊക്കെ തന്നാൽ ട്രാപ്പ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈവൻ ഡേലോ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം 50 minutes. എന്നിട്ടും എന്താണ് ഇവിടെ ഡിമാൻഡ് സോണിലാണ് ആ സപ്പോർട്ട് വന്നത്. അപ്പോൾ ഡിമാൻഡ് സോണാണ് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ലെവല് അവർ ഡിമാൻഡ് സോണിൽ കാണും. അപ്പോൾ ആ സോൺ അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡിൽ അപ്രോച്ച് ചെയ്യാം. ഈവൻ നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഫാൾസ് ട്രേഡ് ഒഴിവാക്കാനുള്ള ഒരു റീസൺ ഡിമാൻഡ് സോൺ അറിഞ്ഞിരുന്നാൽ കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ OA അനാലിസിസ് വെച്ചിട്ട് നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈവൻ നമുക്ക് 22,500 കുറച്ചും കൂടി ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഒന്ന് ഹൈ വരുന്ന അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് കുറച്ചും കൂടി വരുന്നുണ്ട്. അതിൻ്റെ താഴേക്കൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് അവിടെയൊന്നും ഒരിക്കലും ഇത്
വന്നിട്ടില്ല, സപ്പോർട്ട് കൂടി വന്നിട്ടില്ല. ബട്ട് മേളിലേക്ക് കുറച്ചധികം സ്ട്രൈക്ക്, അതായത് റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. 22,600 കുറച്ച് വന്നിട്ടുണ്ട്, 22,700, 22,800 മാക്സിമം സ്ട്രൈക്കായിട്ട്, മാക്സിമം ഹയസ്റ്റ് കോൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 22,600 ഇപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് റെസിസ്റ്റൻസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 22,600 ഒരു ലെവലും കൂടി മാർക്ക് ചെയ്തിടാം. ഈവൻ 22,700 നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡേ 22,600 അത്രയും ഹൈ ആയിട്ട് നിന്നിട്ടില്ല. ബട്ട് ഓരോ ലെവൽ 22,600 കഴിഞ്ഞിട്ടാണ് ഓരോ ലെവലിലും കൂടിയായിരിക്കുന്നത്. ആൻഡ് 22,500 നമ്മളൊരു സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെ ഓൾറെഡി അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് താഴേക്കുള്ള സപ്പോർട്ട് ഈവൻ എല്ലായിടത്തും വീക്കാണെന്ന് തന്നെ പറയണം. മാക്സിമം സപ്പോർട്ട് 22,000 ആണ് എന്ന് തന്നെ പറയണം. അപ്പോൾ സപ്പോർട്ട് വീക്കായിട്ട് തന്നെയാണ് സ്റ്റിൽ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മാക്സിമം സപ്പോർട്ട് നമ്മൾ പറഞ്ഞ മാതിരി 22,000 തന്നെയാണ് ഇത് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡേ ലോ, ലാസ്റ്റ് ഡേ അതായത് ഫ്രൈഡേ ഡേ ലോ തന്നെയുണ്ട്. അത് തന്നെയാണ് ഇനിയും നമുക്ക് ഇന്നത്തെ ഡേ ലോ അല്ല, ഫ്രൈഡേ ഡേ ലോ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഉള്ളത്. അത് കുറച്ച് എങ്ങനെയാണെന്നുള്ളത് കുറച്ചും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും എങ്ങനെയായിരുന്നു, ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ഡിമാൻഡ് സോണിൻ്റെ അവിടെയൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ നടന്നത് അല്ലേ. ബാങ്ക് നിഫ്റ്റിക്കും നമ്മൾ നോക്കിയാൽ കാണാം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയി. ആൻഡ് അതിനുശേഷം 49,000 എന്നുള്ള സ്ട്രാഡിൽ ഫോർമേഷൻ നോക്കുക. ആൻഡ് പിന്നെ നമുക്ക് ഡിമാൻഡ് സോണിൻ്റെ സപ്പോർട്ടും നോക്കുക. ആൻഡ് ഇത് രണ്ടുമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ശരിക്കും ട്രേഡ് ചെയ്തത്. ആൻഡ് അത്രയും മീൻസ് എന്താ പറയുക, അത്രയും അടിയിലായിരുന്നു, മീൻസ് അത്രയും കറക്റ്റായിട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ച ഓരോ സോണിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. ഈ ബാങ്ക് നിഫ്റ്റിയും ഇന്നും കൺസോൾട്ടേഷൻ ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഫ്രൈഡേയുടെ ലോ ലെവൽ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനിയും ഒരു താഴേക്കുള്ള ഡൗൺ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും 49 സ്ട്രാഡിലുണ്ട്, സപ്പോർട്ട് 48,500 ആയിട്ടുണ്ട്, ആൻഡ് റെസിസ്റ്റൻസ് 49,500 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലായിടത്തും എന്താ നല്ല ഒരു കോളോ പുട്ടോ റൈറ്റിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെ ഇവിടെ നിന്നൊക്കെ എടുക്കാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. 49,500 നമ്മൾ ഓൾറെഡി ഡ്രോൺ ചെയ്ത ലെവലുണ്ട്. 49,000 സ്ട്രാഡിൽ ഫോർമേഷൻ വരച്ചിട്ടുണ്ട്, 48,500 സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പോണത്. ആൻഡ് അടുത്ത ലെവലിലൊന്നും കോൾ റൈറ്റിംഗ് ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒന്നും ഹെവി ആയിട്ട് വന്നിട്ടില്ല. ഹെവി റൈറ്റിംഗ് അല്ല, നമ്മൾ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റൈറ്റിംഗും കോളും ഒക്കെ വന്നേക്കുന്നത് ഈ 3 ലെവൽസിലാണ്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ തന്നെ ഈ 3 ലെവൽസിൻ്റെ ഇടയിൽ സൈഡ് വേസ് മാർക്കറ്റ് തന്നെ ആയിരിക്കണം മാക്സിമം അവിടെയും നടക്കാനുള്ള ചാൻസ്, കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് അത് തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. ആൻഡ് ലാസ്റ്റ് ഡേ FIDA ഡാറ്റയിൽ നമ്മൾ പറഞ്ഞു ഒരു കോൾ അൺവൈൻഡിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അത് നമുക്ക് കൺസോൾട്ടേഷൻ തന്നെയായിരിക്കും FISൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത് എന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് കാണാം. ആൻഡ് മൺഡേ വെച്ച് നോക്കുമ്പോഴും കോൾ ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആണ്. അവിടെ നമുക്ക് അവർ നല്ലൊരു ലോങ് പൊസിഷൻസിലേക്ക് വന്നിട്ടില്ല. പിന്നെയും കൺസോൾട്ടേഷൻ വരുന്നു. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ, ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്ലൈറ്റ്ലി ബൈയിങ് ആണ്. ആ സെല്ലിംഗ് ഒന്ന് കുറഞ്ഞു, ഒന്ന് സ്ലൈറ്റ്ലി ബൈ ചെയ്തിട്ടുണ്ട്. അവിടെയും എന്താ പറയുക, വലിയ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല. ദെൻ മീൻസ് ഇൻഡെക്സ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കിയാൽ കാണാം ആ ഒരു സെല്ലിംഗ് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ബട്ട് അവിടെ നമുക്ക് നല്ലൊരു ഹ്യൂജ് ആയിട്ടൊന്നും അൺവൈൻഡിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഒരു ലോങ്ങിലേക്ക് സ്റ്റിൽ അവർ നല്ല രീതിയിലൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ അവിടെയും നമുക്ക് എന്താ പറയുക OA ഇൻഡെക്സ് ഓപ്ഷൻസിലും ഒരു കൺസൾട്ടേഷൻ ഫേസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായ സെല്ലിങ് സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട്ലി FIS ഫുള്ളായിട്ട് ഒരു കൺസൾട്ടേഷൻ സൈഡ് വേസ് മാർക്കറ്റിന് അവർ വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്ന് വേണം അവരുടെ ആ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ പറയാൻ. ആൻഡ് ഓൾമോസ്റ്റ് പ്രോയും നമ്മൾ പറഞ്ഞു ലോങ്ങിലേക്ക് അവർ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. പുട്ടാണ് അവർ മാക്സിമം ഹോൾഡ് ചെയ്തത്. ആൻഡ് ഇന്ന് നമുക്ക് അവിടെ കാണാം അവർ ഓൾറെഡി രണ്ടും കോൾ ആൻഡ് പുട്ട് സ്ലൈറ്റ്ലി കുറച്ച് മാത്രമാണ് അവർ അൺവൈൻഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ആ ഒരു ലെവൽസിൽ അവർ ബിയർ സെൻറ്റിമെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ അത് നമുക്ക് സൂചിപ്പിക്കാൻ ഡെയിലി OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ കാണാം.
ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഒന്ന് സെല്ലിങ് വന്നിട്ടുണ്ട് -1900 ഓൾമോസ്റ്റ് 2000 അടുത്താണ്. അവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ ആ സെല്ലിംഗ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അൺവൈൻഡിങ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ബട്ട് ലോങ്ങും അവർ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഫ്രൈഡേ ഒന്ന് നോക്കുമ്പോൾ പുട്ടിൻ്റെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ കഴിയുക 3.86 ലാക്കായിരുന്നു അവർ ലോങ്ങിലേക്ക് ഉണ്ടായത്. ആൻഡ് വൺസ് നമ്മൾ മൺഡേ വരുമ്പോഴത്തേക്കും 3.23 ലാക്കിലേക്ക് അവർ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അവർ സ്റ്റിൽ ബിയറിഷ് സെൻറ്റിമെൻ്റായിട്ട് തുടരുന്നുണ്ട്. ബട്ട് എന്താ പറയുക, അത്രയും ഒരു ലോങ്ങിലേക്ക് പോകാൻ, അതായത് ലോങ് കൂട്ടിയിട്ടില്ല, കുറച്ചൊക്കെയാണ് എന്ന് മാത്രം സ്ലൈറ്റ്ലി അവരൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്റ്റിൽ കണ്ടിന്യൂ സെല്ലിംഗ് ആണ്. സെല്ലിംഗ് -17,000 വന്നിട്ടുണ്ട്. അപ്പോൾ FI ആൻഡ് പ്രോ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് സ്റ്റിൽ അവരൊരു കണ്ടിന്യൂ ചെയ്യുന്നത് സൈഡ് വേസ് മാർക്കറ്റിനെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ നോക്കിയാൽ -2,000 പ്ലസിൻ്റെ ഒരു സെല്ലിങ് ബൈ FIAസും ജസ്റ്റ് 781 crore ബൈയിങ് ബൈ DIAS ഒന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് FIAs ആൻഡ് DIAസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഒരു സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്റ്റിംഗ്, ആ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ക്ലിയർ ചെയ്ത് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമിലും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്തേക്കുന്നത് നോക്കാം. നല്ലൊരു അപ്പ് ട്രെൻഡിങ് ആയിരുന്നു. വൺസ് ആ ട്രെൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ കൺസോൾട്ടേഷൻ തുടരുകയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കൺസോൾട്ടേഷൻ തുടരാൻ തന്നെയാണ് ചാൻസ്. നമുക്ക് ഫ്രൈഡേ ലോ എടുത്ത ലെവൽ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഫ്രൈഡേ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം എവിടെയാണ് മാർക്കറ്റ് ഒന്ന് ഫോൾ ആവാൻ, ഒരു ഹൈ എടുത്തിട്ട് ഫോൾ ആവാൻ നോക്കിയത്, ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെയായിരുന്നു ഒരു ബ്രേക്ക് ഡൗൺ തന്നു, അവിടെ നിന്നായിരുന്നു ഒരു ഫോൾ ഉണ്ടായത്. ദെൻ അവിടേക്ക് മാർക്കറ്റ് തിരിച്ചും വന്നു. ദെൻ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് തന്നു. അവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഒന്ന് ഹൈ പോയത്. വീണ്ടും അവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ക്ലിയർ ബ്രേക്ക് ഔട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് എവിടെയാണ് ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടത്? ഈ ഒരു സ്വിങ് ഹൈ, ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കാം. നമുക്കൊരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മേളിലേക്ക് കിട്ടാം. അതല്ല ഫ്രൈഡേ ലോ, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ ഫ്രൈഡേ ലോ തന്നെയാണ്. ഫ്രൈഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബ്രേക്ക് ഔട്ട് സോണാണ് പറഞ്ഞത്. ആൻഡ് അത്രയും നേരം നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോഴും കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറക്കാണ്ടിരിക്കുക. അതാണ് ഒരു പോയിന്റ്, നിഫ്റ്റിയുടെ പോയിൻ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആ ലെവലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 4 hour ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ആ ലോ എടുത്തിട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ഹൈ ആയിരുന്നു. ആൻഡ് ആ ഒരു സ്വിങ് ഹൈ ബാങ്ക് നിഫ്റ്റിയും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലോ അല്ല ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റീനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി മേളിൽ, അതായത് ലാസ്റ്റ് വന്ന ഒരു സപ്പോർട്ട് സോണായിരുന്നു. മീൻസ് അവിടെ നിന്നാണ് ഒരു റീടെസ്റ്റ് എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി പോയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈ ഒരു ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ അതിൻ്റെ കുറച്ചും കൂടി മേളിൽ തന്നെയാണുള്ളത്. വൺസ് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ദെൻ ഒരു പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചു. ബട്ട് ഇപ്പോഴും 4 hour ടൈം ഫ്രെയിമിൽ നടന്നിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് 1 hour ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് ചാൻസ് വരുന്നതെന്ന്. ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സ്വിങ് ഹൈ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു സ്വിങ് ഹൈ എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന്, അതായത് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫാളായി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, ഒരു സ്വിങ് ഹൈ ഇവിടെ നിന്ന് എടുത്തു, വീണ്ടും ആ ലെവൽസിലേക്ക് ബാക്ക് ടു ആ ലെവലാണ്, ആ സപ്പോർട്ട് എടുത്ത ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു സ്വിങ് ഹൈ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ആ ഫ്രൈഡേ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യാവുന്ന ലെവൽ 5 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി വെച്ചിട്ട് ഞങ്ങളൊരു പൊസിഷൻ ട്രേഡിൽ നോക്കുക. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള ട്രേഡ്സ് ഉണ്ട് അല്ലേ, നമുക്ക് ഇൻട്രാഡേയിൽ
മീൻസ് നമ്മൾ എക്സ്പയറി ഡേയ്സിന് അപ്പോൾ നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. നിഫ്റ്റി എക്സ്പയറിക്ക് കൺസോൾട്ടേഷൻ ആണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ട്രേഡാണ്. ഈവൻ നമുക്ക് നല്ല വിക്സ് നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നു. വിക്സ് 1 ഇയർ ഹൈയിലേക്ക്, ഒരു ഇയറിൻ്റെ ഹൈയിലേക്കൊക്കെ വിക്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എക്സ്പയറി ഡേയ്സ് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ നമുക്ക് നല്ല കൺസോൾട്ടേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി പെർഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വിക്സ് കൂടുമ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. പെട്ടെന്ന് എക്സ്പയറീസിനൊക്കെ ഡേയിലാണ്, എക്സ്പയറിക്കാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് ആ വിക്സ് ലോ ആയാൽ പെട്ടെന്ന് പ്രീമിയം ഡീക്കേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സ്, അപ്പോൾ നിങ്ങൾ ഹൈ പ്രീമിയം കൊടുത്തിട്ട് ഒരിക്കലും ഒരു ഓപ്ഷൻ ബൈയിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് ഇൻ ദ മണി ആണെങ്കിലും അറ്റ് ദ മണി ആണെങ്കിലും. ഔട്ട് ദ മണി എന്തായാലും പെട്ടെന്ന് ആ പ്രീമിയം ഇടിയും എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇൻ ദ മണി ആണെങ്കിലും അറ്റ് ദ മണി ആണെങ്കിലും ഒരിക്കലും ഹൈ പ്രീമിയമാണ് നിങ്ങളുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക. മീൻസ് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കൊടുക്കുന്ന പ്രീമിയം എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ സ്ട്രൈക്കിലും നിങ്ങൾ അതിനനുസരിച്ച് കയറുക. ഓരോ പ്രീമിയത്തിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. എന്തായാലും ക്യാപിറ്റൽ സേഫ് ചെയ്തുള്ള ട്രേഡിൽ മാത്രം എൻട്രി ചെയ്യാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.